Hello everyone, welcome to Jupiter SSLC. It's me, Nafi. Yes, നിങ്ങളുടെ SSLC റിസൾട്ട് വന്നു. നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങളുടെ ടോട്ടൽ റിസൾട്ട്സ് എത്രയാണ്, അത് എത്ര A+ ആണ്, എത്ര A ആണ്, എത്ര B ആണ്, എത്ര C ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഫുൾ A+ ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ +1 എന്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണക്കാക്കാം. അപ്പോൾ അതിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ SSLC റിസൾട്ട് കിട്ടിയ കുട്ടികളൊക്കെ അവരുടെ ഫോട്ടോ വെച്ചിട്ട് എജ്യൂപോൻ്റെ ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളം കൊല്ലത്തും കാസർഗോഡും കോഴിക്കോടും മലപ്പുറം ഒക്കെയുള്ള കുട്ടികൾ ഈ ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിം നിങ്ങൾക്കും തയ്യാറാക്കാൻ പറ്റും. കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കി കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും കാണിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എത്ര A+ ആണെങ്കിലും നിങ്ങളുടെ A+ അനുസരിച്ചിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എജ്യൂപോർട്ട് തരുന്നുണ്ട്. അതിനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം പിന്നെ കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, എങ്ങനെയാണ് SSLCയുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുക. നമുക്ക് SSLCയിൽ ഗ്രേഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർസെൻറ്റേജ് കണക്കാക്കാൻ പറ്റില്ല. പകരം നമ്മൾ കണക്കാക്കുന്നത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് വിളിക്കുന്ന TGP എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. SSLC ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർസെൻറ്റേജ് അല്ല കിട്ടുക, പകരം ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ് കിട്ടുക. എന്താണ് ഈ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അനുസരിച്ച് ഓരോ ഗ്രേഡിനും എന്താണ്, ഓരോ പോയിന്റ് ഉണ്ട്. A+ 9 പോയിന്റ്, Aക്ക് 8 പോയിന്റ്, B+ 7 പോയിന്റ്, Bക്ക് 6 പോയിന്റ്, C+ 5 പോയിന്റ്, Cക്ക് 4 പോയിന്റ്, D+ 3 പോയിന്റ്. ഇങ്ങനെ ഓരോ ഗ്രേഡിനും നമ്മൾ ഓരോരോ പോയിന്റ് വെച്ച് കണക്കാക്കി. അപ്പോൾ A+ 9 പോയിന്റ്, Aക്ക് 8 പോയിന്റ്, Bക്ക് 7 പോയിന്റ്, B+ 7 പോയിന്റ്, Bക്ക് 6 പോയിന്റ്, C+ 5 പോയിന്റ്, Cക്ക് 4 പോയിന്റ്, D+ 3 പോയിന്റ്. ഇങ്ങനെ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഇനി ഒരു കുട്ടിയെ ഞാൻ എക്സാമ്പിൾ ആക്കി എടുക്കുക. ആ കുട്ടിക്ക് 5 A+, 3 A, 1 B+, 1 B ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ആ കുട്ടിയുടെ ഗ്രേഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ TGP ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണക്കാക്കാൻ നമ്മൾ ചെയ്യുന്നത് 5 A+ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 × 9, അതായത് 45. അടുത്ത എന്താ, 3A എന്ന് പറഞ്ഞാൽ എത്ര, 3 × 8, 24. പിന്നെ 1 B+ എന്ന് പറഞ്ഞാൽ എത്രയാ, 1 × 7 എത്രയാണ്, 7 ആണ്. 1 B എന്ന് പറഞ്ഞാൽ എത്ര, 1 × 6 എത്രയാണ്, 6 ആണ്. ഇനി നമ്മൾ ടോട്ടൽ തന്നെ കൂട്ടുന്നു. അപ്പോൾ 45, 24, 69, 69, 7, 76, 6, 82. ഇതാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്തത്, ടോട്ടൽ കിട്ടിയ ഒരു പോയിന്റ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചോ. ഈ 82-നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 90 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. ഈ 82-നെ 90 കൊണ്ട് ഹരിച്ചിട്ട് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുന്നു, 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, ഈ 82-നെ 90 കൊണ്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്യാണ്, 100 കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, × 100 നമ്മൾ അടിച്ചു. നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി, 91.11% കിട്ടി. ഇതാണ് ഈ കുട്ടിയുടെ SSLCയുടെ പെർസെൻറ്റേജ്. അതായത് SSLCക്ക് ഒരു കുട്ടിക്ക് 5 A+, 3 Aയും 1 B+, 1 B ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ടോട്ടൽ പെർസെൻറ്റേജ് പറഞ്ഞാൽ എത്രയാണ്, 91.11% ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, SSLCയിൽ പെർസെൻറ്റേജ് കണക്കാക്കുക. അതായത് ഓരോ ഗ്രേഡും നമ്മൾ A+ 9 പോയിന്റ്, Aക്ക് 8 പോയിന്റ്, B+ 7 പോയിന്റ്, Bക്ക് 6 പോയിന്റ്, C+ 5 പോയിന്റ്, Cക്ക് 4 പോയിന്റ്, D+ 3 പോയിന്റ് എന്നത് നമ്മൾ ഓരോന്നിനും ഓരോ പോയിന്റ് വെച്ച് കണക്കാക്കുന്നു. എന്നാൽ നമുക്ക് കിട്ടിയ ഗ്രേഡിനനുസരിച്ച് ഈ പോയിന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു കുട്ടിക്ക് 5 A+ പോയോ, 5 A+, 3 Aയും 1 B+, 1 Bയും ആണ് കിട്ടിയെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, ഇങ്ങനൊരു നമ്പർ കിട്ടും. ആ കിട്ടുന്ന നമ്പർ നമ്മൾ 90 കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് ആ കുട്ടിയുടെ ടോട്ടൽ പെർസെൻറ്റേജ് അഥവാ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയാം. നമ്മളിതിന് പെർസെൻറ്റേജ് എന്നല്ല പറയാം, TGP അഥവാ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയാം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണക്കാക്കുക, SSLCയിലെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ nafi.edupod എന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് എന്ത്, nafi.edupod. നിങ്ങൾക്ക് +1 ബന്ധപ്പെടുന്ന സംശയങ്ങൾ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ SSLCയുടെ പെർസെൻറ്റേജ് കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.